മരുമകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നേ. നാത്തൂന് ആഗ്രഹം ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കണം. സോപ്പിട്ട് ഇങ്ങനെ നടക്കുക. കുറച്ചായി ഇതിനൊക്കെ മെനക്കെട്ടിട്ട്. മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പൊ ആഗ്രഹം അങ്ങ് സാധിക്കാന്ന് വെച്ചു. ഇതൊക്കെ ബർത്ത്ഡേയുടെ അന്നെടുത്ത സ്റ്റിൽസ് ആണേ. 2 ദിവസം മുമ്പേ കേക്ക് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. 4 kg കേക്കാണ് എടുക്കുന്നത്. 2 ടയർ കേക്കിനും കപ്പ് കേക്കിനും. ഒരു ഒലിവ് ഗ്രീൻ തീമാണ് നാത്തൂന് ആവശ്യം. 3/4 കപ്പ് മൈദയും ബാക്കി കൊക്കോ പൗഡറും തട്ടി 1 കപ്പാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇതുപോലെ 4 തവണ എടുക്കണേ. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 4 നുള്ളി ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് 3 തവണ അരിച്ചു വയ്ക്കാം. ഒരു ക്ലീൻ ബൗളിലേക്ക് 16 മുട്ട പൊട്ടിച്ചൊഴിച്ചേ. 4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തു. 4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ഇട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണേ. ഈ പരുവാകുമ്പോൾ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്യാം. അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് കുറേശ്ശെയായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്താൽ പെട്ടെന്ന് മിക്സായി കിട്ടും. ഒരുപാട് ബീറ്റ് ചെയ്യരുതേ. ഇനി ബട്ടർ പേപ്പർ വെച്ച് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊന്ന് സ്റ്റിക്ക് കൊണ്ടൊന്ന് മുകളിൽ ചുറ്റിച്ച് ഒന്ന് തട്ടി എയർ ബബിൾസ് ഒക്കെ കളയാം. ഇനി രണ്ടാമത്തെ ലെയർ കേക്കിനുള്ള മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ച് എയർ ബബിൾസ് ഒക്കെ ഇതുപോലെ കളയണേ. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല കേട്ടോ. ചരുവത്തിൽ കിടക്കുമ്പോഴുള്ള അവസ്ഥയെ ഇതുപോലെ 2 കേക്കും ബേക്ക് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള മിക്സ് കപ്പ് കേക്കിനുള്ള കപ്പ് നിരത്തി അതിലേക്ക് 1 സ്പൂൺ കൊണ്ട് കപ്പിന്റെ പകുതി ഒഴിച്ചു. ഇനി ബേക്ക് ചെയ്തെടുക്കാം. എന്തായാലും കേക്ക് ഉണ്ടാക്കുന്നു, എന്നാ പിന്നെ സിക്കിൾസും പോപ്സും കൂടെ ആവാന്ന് വെച്ചു. അതിനുള്ള കേക്കിന്റെ ഡോ തയ്യാറാക്കാം. അതിന് വേണ്ട 8 മുട്ടയും 2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തു. 2 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറച്ചായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണേ. ഈ മിക്സ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ടേ. കേക്ക് ഒന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഐസിങ്ങിന് ആവശ്യമായ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിന്റെ ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചിട്ട് കട്ട് ചെയ്ത കേക്ക് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്കിന്റെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് എത്തണേ. മുകളിൽ വിപ്പിംഗ് ക്രീം നിരത്തി സ്പാച്ചില കൊണ്ടൊന്ന് നിരത്തണേ. മുകളിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. വീണ്ടും കേക്കിന്റെ ലെയർ വെച്ച് റിപ്പീറ്റായി ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. മുകളിലത്തെ ലെയറും വെച്ച് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഒലിവ് ഗ്രീൻ തീമല്ലേ കേക്കിന്. കുറച്ച് ഭാഗം ഗ്രീൻ കളർ ചേർത്ത വിപ്പിംഗ് ക്രീമും മുകളിൽ വിപ്പിംഗ് ക്രീമും വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു. ഇതുപോലെ 2 ലെയർ കേക്കും ചെയ്തെടുത്തേ. 2 ടയർ കേക്കല്ലേ, വീഴാതിരിക്കാൻ പ്രൊട്ടക്ഷന് വേണ്ടി 4 സ്റ്റിക്ക് ആദ്യ കേക്കിന്റെ നടുക്കായിട്ട് 4 സൈഡിലായി വെച്ച് കൊടുക്കണേ. രണ്ടാമത്തെ കേക്കിലെ നടുക്ക് ഒരു വലിയ സ്റ്റിക്ക് വെച്ച് പതിയെ 4 സൈഡിൽ നിന്ന് സ്പാച്ചില കൊണ്ടൊന്ന് ഇളക്കി ആദ്യത്തെ കേക്കിന്റെ മുകളിൽ വെച്ചു. അപ്പോഴേ ഒന്ന് ശ്വാസം നേരെ വീണേ. ഇനി കപ്പ് കേക്ക് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇനി സിക്കിൾസും പോപ്സിനും ആവശ്യമായ കേക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയ ഉരുളകളായി ഉരുട്ടി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ സ്റ്റിക്ക് മുക്കി കേക്കിന്റെ ഉരുളയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യണേ. അതൊരു തെർമോകോളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനി സിക്കിൾസിന്റെ മോഡിലേക്ക് കേക്കിന്റെ ഡോ ഇട്ട് പ്രസ് ചെയ്തു. എന്നിട്ട് സ്റ്റിക്ക് വെച്ച് കുറച്ച് കേക്കിന്റെ കൂട്ടിട്ട് ഒന്ന് പ്രസ്സാക്കി ഷേപ്പാക്കി എടുത്തു. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഓവർനൈറ്റ് വെച്ചാൽ നല്ലതാണേ. ഇനി വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഗ്രീൻ കളറും ഒഴിച്ചൊന്ന് നല്ലപോലെ മിക്സ് ആക്കാം. ഇത് ഓരോ സിക്കിൾസിലേക്ക് ഒഴിക്കാം. എല്ലാ ഭാഗത്തും ഒഴിച്ച് ചോക്ലേറ്റ് എല്ലാം ഊർന്നു പോയതിനു ശേഷം ബട്ടർ പേപ്പറിലേക്ക് ഈ സിക്കിൾസ് ഓരോന്നായി വെച്ചു കൊടുക്കാം. ഇതുപോലെ പോപ്സിലോട്ടും സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സിറപ്പ് എല്ലാം ഇറ്റ് തീർന്നതിന് ശേഷം തെർമോകോളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇനി സിക്കിൾസിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഗോൾഡൻ ബീഡ്സും വൈറ്റ് ബീഡ്സും ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് പേരൊക്കെ എഴുതി ഹാർട്ടൊക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്തു.
പോപ്സും ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് വരച്ച് ഷുഗർ ബാൾസ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഒരു വശത്ത് ബലൂൺ ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടേ. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് നാത്തൂന് കൊടുക്കണം. ഇവരൊക്കെ വെറും സൈഡാ. ഇനി കേക്കിന്റെ ഡെക്കറേഷനിലേക്ക് കിടക്കാം. ഗോൾഡൻ ബാളും ഗ്രീൻ ബാളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ടോപ്പറും പിങ്ക് ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് സെറ്റാക്കി. ഇനി ഐസിങ് ചെയ്ത കേക്കിലേക്ക് ഷുഗർ ബാൾസ് ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇനി സിക്കിൾസും പോപ്സും കപ്പ് കേക്ക്സും ഒക്കെ നിരത്തി 2 ടയർ കേക്ക് നടുവിലായി വെച്ചു. എല്ലാം സെറ്റായപ്പോൾ ഒന്ന് ശ്വാസം നേരെ വിട്ടു. ഇനി കേക്ക് മുറിക്കൽ ഫംഗ്ഷനിലോട്ട് കടക്കാം. കേക്ക് മുറിച്ചു. ഇനി ബർത്ത്ഡേ ബോയുടെ കലാപരിപാടി.